യൂസുഫ് അലൈഹിസ്സലാം. യഅ്കൂബ് അഥവാ ഇസ്രായേൽ എന്ന പ്രവാചകന്റെ മകനായിരുന്നു യൂസുഫ് നബി. അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു. അക്കാലത്ത് 1000 ദിവസം കൊണ്ട് നൈലിന്റെ ശാഖയായി നിർമ്മിച്ച നദിയാണ് നഹർ യൂസഫ്. 1000 ദിവസം അഥവാ അൽഫ് യൗം എന്ന പദം ലോപിച്ചുണ്ടായ അൽ ഫയ്യൂം പ്രദേശത്തുകൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈ നദി കാരണം ആ പ്രദേശം ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നു. കൈറോയിൽ നിന്ന് 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ സ്ഥാനം. ശുഐബ് അലൈഹിസ്സലാം. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 135 കിലോമീറ്റർ ദൂരെ മദിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത്. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന മദിയൻ ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു ശുഐബ് നബി. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക, അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു. ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു. എന്നാൽ അവരും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. അധ്യായം 11 ഹൂദ് 94-95. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മദിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു. അല്ലാഹു ശുഐബ് നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സൽത്തുന് സമീപത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മൂസ അലൈഹിസ്സലാം. മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജനിച്ച പ്രവാചകനാണ് മൂസാ നബി. ഫിർഔൻ എന്ന സ്വേച്ഛാധിപതിയായ രാജാവ് ഇസ്രായേൽ വംശത്തിൽ ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. മൂസായുടെ മാതാവ് തദനുസൃതം പ്രവർത്തിച്ചു. നൈൽ നദി കൈറോ സിറ്റിയിൽ നിന്നുള്ള ദൃശ്യം. ഫിർഔന്റെ ഭാര്യയായിരുന്ന ആസിയ എന്ന മഹദി ഒഴുകിവന്ന പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുത്ത് ഫിർഔന്റെ കൊട്ടാരത്തിൽ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ വംശത്തിലെ ആൺകുഞ്ഞായതിനാൽ ഫിർഔൻ അതിനെ കൊല്ലാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം ഉപേക്ഷിച്ചു. കുഞ്ഞിന് മുല കൊടുക്കാൻ വളർത്തമ്മയെന്ന നിലയിൽ കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. മാതാവാണെന്ന് ഫിർഔൻ അറിയാതെയാണ്
ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന യുവാവായി. ഒരിക്കൽ ഒരു അക്രമിയായ കിബ്തിയുടെ മർദ്ദനത്തിൽ നിന്ന് നിരപരാധിയായ ഒരു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനിടയിൽ മൂസാ നബിയുടെ കയ്യാൽ കിബ്തി കൊല്ലപ്പെട്ടു. അബദ്ധത്തിൽ സംഭവിച്ചുപോയ ഈ കൊലപാതകത്തിലെ പ്രതി എന്ന നിലയിൽ ഫിർഔന്റെ സൈന്യം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ മൂസാ നബി നാട് വിട്ടോടി. സിനായും ഇസ്രായേലിലെ നേഗേവ് മരുഭൂമിയും കടന്ന് 600 കിലോമീറ്ററിലധികം ഒറ്റക്ക് സഞ്ചരിച്ച് മദിയനിൽ അദ്ദേഹം എത്തി. പിന്നീട് നടന്ന സംഭവം ഖുർആൻ അധ്യായം 28 അൽ ഖസസ് 23 വിവരിക്കുന്നത് കാണുക. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. മദിയനിലെ വെള്ളസ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി. അവർക്കിപ്പുറത്ത് ആടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആട്ടിടയന്മാർ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വലിയൊരു വൃദ്ധനുമാണ്. അവരുടെ ആടുകൾക്ക് തിരക്കിനിടയിൽ ചെന്ന് മൂസാ നബി വെള്ളം കോരിക്കൊടുത്തു. ഇതാണ് ഖുർആൻ പറഞ്ഞ ആ മദിയനിലെ വെള്ളസ്ഥലം. അധ്യായം 28 ഖസസ് 24 സൂക്തം. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം വെള്ളം കൊടുത്തു. പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. മൂസാ നബി വിശ്രമിച്ചത് ഈ തണലിലാണ്. അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആടുകൾക്ക് വെള്ളം കൊടുത്തതിന്റെ പ്രതിഫലം തരാൻ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ആ പിതാവ് ശുഐബ് നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഈ കുന്നിനപ്പുറത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ശുഐബ് നബിയുടെ മകളെ വിവാഹം കഴിച്ച് 10 വർഷം മദിയനിൽ ജീവിച്ച ശേഷം ഭാര്യയോടൊപ്പം മദിയനിൽ നിന്ന് യാത്ര പോവുകയായിരുന്ന മൂസാ നബി ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗമായ ദക്ഷിണ സിനായിൽ ഈ തുവാ താഴ്വരയിലെത്തി. രാത്രിയിലെ ഇരുട്ടിൽ അള്ളാഹു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങൾ അധ്യായം 20 ത്വാഹ 12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നു. إني أنا ربك فاخلعن عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا
إله إلا أنا فاعبدني وأقم الصلاة لذكري. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു: ഓ മൂസ, തീർച്ചയായും ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്. അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചുവെക്കുക. നീ തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിലാകുന്നു. ഞാൻ നിന്നെ ദൈവദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ നിനക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. തുവാ താഴ്വരയിൽ പ്രസ്തുത സ്ഥലത്ത് AD 330 ക്രിസ്ത്യൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ നിർമ്മിച്ചതും AD 530 ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം വിപുലീകരിച്ചതുമായ സെന്റ് കാതറിൻ എന്ന ക്രിസ്ത്യൻ കോംപ്ലക്സ് ആണ് ഇത്. ദൈവവുമായുള്ള ദീർഘമായ സംഭാഷണങ്ങൾ നടന്നത് ഒരു മരത്തിൻ്റെ സമീപത്ത് വെച്ചായിരുന്നു. അധ്യായം 28 അൽ ഖസസ് 30. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أي يا موسى إني أنا الله رب العالمين. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു: ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അല്ലാഹു. അള്ളാഹുവിൻ്റെ ശബ്ദം കേട്ട സ്ഥാനത്തുണ്ടായിരുന്ന ആ മരത്തിൻ്റെ തുടർച്ചയായി ഒരു മരം അതേ സ്ഥാനത്ത് ഇപ്പോഴും കാണാം. തീജ്വാല കണ്ടതിനാൽ ബേണിംഗ് ബുഷ് എന്ന പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ നിർമ്മിച്ച ഈ സെന്റ് കാതറിൻ കോംപ്ലക്സിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷത്തിൽ കൊടുത്ത കത്ത് പ്രവാചകന്റെ വിശാല മനസ്കതയുടെയും ഇതര മതസ്ഥരോടുള്ള ഉദാര സമീപനത്തിൻ്റെയും തെളിവായി നിലനിൽക്കുന്നു. അതിൻ്റെ കോപ്പി ഈ കോംപ്ലക്സിനകത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയോടുള്ള സംസാരത്തിനിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിടുവാൻ അല്ലാഹു കൽപ്പിച്ചു. നിലത്തിട്ട ഉടനെ അതൊരു പാമ്പായി തീർന്നു. അതിനെ പിടിച്ചപ്പോൾ വീണ്ടും പഴയ രൂപത്തിൽ വടിയായി മാറുകയും ചെയ്തു. തൻ്റെ കൈ കക്ഷത്തിൽ വെക്കുവാൻ വീണ്ടും മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ചു. കക്ഷത്തിൽ നിന്ന് കൈയെടുത്തപ്പോൾ അത് തൂവെള്ള നിറമുള്ളതായി തീർന്നിരുന്നു. പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിനുള്ള 2 അമാനുഷിക സിദ്ധികളായിരുന്നു ഇവ. പിന്നീട് ഹാറൂൻ നബിയെയും കൂട്ടി ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ അല്ലാഹു ആജ്ഞാപിച്ചു. ഫിർഔന്റെ മുന്നിലെത്തിയ അവർ പറഞ്ഞു: ലോകരക്ഷിതാവായ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനാൽ ദൈവത്തെ അംഗീകരിക്കുക. ഇസ്രായേൽ സന്തതികളെ സ്വതന്ത്രരാക്കി തങ്ങളുടെ കൂടെ വിട്ടുതരികയും ചെയ്യുക. ഫിർഔന്റെ കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ ഏകദൈവ വിശ്വാസികളാക്കാൻ കഴിയുമായിരുന്നില്ല. താനാണ് ദൈവമെന്ന് വാദിക്കുന്ന ഫിർഔൻ ലോകരക്ഷിതാവായ നാഥനെ അംഗീകരിച്ചില്ല. ഇസ്രായേല്യരെ അടിമകളാക്കി കഠിനാധ്വാനം ചെയ്യിപ്പിച്ചു അദ്ദേഹം. അടിമത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതേയില്ല. ഈജിപ്തിലെ ഗീസയിൽ ഫെറോവ രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ പിരമിഡുകൾ ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. BC 5000 മുതൽ BC 332 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് ഫെറോവമാർ. മരണശേഷം തങ്ങളുടെ ശരീരം മമ്മികളാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഫെറോവമാരിൽ ചിലർ നിർമ്മിച്ചതാണ് പിരമിഡുകൾ. ഇതിലേറ്റവും വലുത് ചിയോപ്സ് അഥവാ
കുഫു രാജാവിന്റെ പിരമിഡാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരാശരി 2500 കിലോ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉയരം 147 മീറ്റർ. 3 ലക്ഷം തൊഴിലാളികൾ വർഷങ്ങളോളം ജോലി ചെയ്താണ് ഈ പിരമിഡ് പൂർത്തിയാക്കിയത്. ക്രെയിനുകൾ ഇല്ലാത്ത കാലത്ത് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഗീസയിൽ രണ്ടാമത്തെ പിരമിഡ് ചെഫോൺ രാജാവിൻ്റെതും മൂന്നാമത്തേത് മൈസേറിനസ് രാജാവിൻ്റെതുമാണ്. ചെറിയ 3 രാജ്ഞിമാരുടേതാണ്. ഫറോവമാർ ഇസ്രായേല്യരെ മർദ്ദിച്ചിരുന്നുവെന്ന് ഖുർആൻ സ്ഫിങ്സ്. ഗീസയിൽ പിരമിഡുകൾക്ക് സമീപം സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമായി ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. നൂറ്റാണ്ടുകളായി മണലിൽ മറഞ്ഞുകിടന്ന സ്ഫിങ്സ് 1816 കണ്ടെടുത്തത്. അറബിയിൽ ഇതിന് അബുൽ ഹൗൽ എന്നു പറയുന്നു. ഇതിനെ നൈൽ നദീതടത്തിന്റെ രക്ഷിതാവായി അന്ധവിശ്വാസികൾ കരുതിയിരുന്നു. ഫറോവമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആഭരണം, സ്വർണ്ണക്കട്ടിൽ, നാണയങ്ങൾ. പിരമിഡുകൾക്കുള്ളിൽ ഫറോവമാരുടെ ശരീരം അടക്കം ചെയ്തിരുന്ന മമ്മിക്കൂടുകൾ. പിൽക്കാലത്ത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഇവ പിരമിഡുകൾക്ക് ഉള്ളിൽ നിന്നും മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇത് സ്വർണം കൊണ്ടുള്ള മമ്മിക്കൂടാണ്. തുത്തൻഖാമൻ എന്ന ഫറോവയുടെ മുഖമൂടി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേല്യരെ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനിച്ചു. രഹസ്യമായി രാത്രി ഈജിപ്തിൽ നിന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും ആയിരക്കണക്കിന് ഇസ്രായേല്യരെയും കൊണ്ട് ഒളിച്ചോടി. ഈ വിവരമറിഞ്ഞ ഫിർഔൻ വൻ സൈന്യവുമായി അവരെ പിടികൂടാൻ പുറപ്പെട്ടു. ചെങ്കടലിന്റെ വടക്കേ അറ്റത്തുള്ള സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്താണ് ഇരുകൂട്ടരും എത്തിയതെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിർണായക ഘട്ടത്തിൽ അള്ളാഹു കൽപ്പിച്ചു, അപ്പോൾ മൂസാക്ക് നാം ബോധനം നൽകി, നിന്റെ വടികൊണ്ട് നീ കടലിൽ അടിക്കുക എന്ന്. അങ്ങനെ കടൽ പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെയായി തീരുകയും ചെയ്തു. അപ്പോൾ പിളർന്ന സൂയസ് ഉൾക്കടലിന്റെ ഭാഗമാണിത്. രണ്ടു ഭാഗത്തേക്കും കുന്നുകൾ പോലെ വെള്ളം മാറി നിന്നു. വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു വഴി കടലിൽ രൂപപ്പെട്ടു. അതിലൂടെ ഇസ്രായേല്യർ അക്കരെ സിനായിലേക്ക് രക്ഷപ്പെട്ടു. ഫിർഔനും സൈന്യവും കടലിന്റെ മധ്യത്തിൽ കണ്ട വഴിയിലൂടെ ഇസ്രായേല്യരെ പിടികൂടാൻ ഓടിയെത്തി.
മധ്യത്തിലെത്തിയപ്പോൾ കടലിനെ അല്ലാഹു പഴയ നിലയിൽ തന്നെയാക്കി. ഫിർഔനും സൈന്യവും മുങ്ങിച്ചത്തു. ഫിർഔന്റെ മൃതദേഹം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അധ്യായം 10 യൂനുസ് 92-ാം സൂക്തം. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഖുർആൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു. 1881 കിട്ടിയ ഫിർഔന്റെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേല്യർ ഉയൂന് മൂസയിൽ. ഫിർഔന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേല്യർ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും കീഴിൽ സീനായിൽ താമസിച്ച ഉയൂന് മൂസ എന്ന സ്ഥലമാണിത്. മൂസയുടെ ഉറവുകൾ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഇസ്രായേല്യർ 12 ഗോത്രങ്ങളായിരുന്നു. ഓരോ ഗോത്രത്തിനും കലഹിക്കാതെ വെള്ളം ശേഖരിക്കാൻ വേറെ വെള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കിണർ. ദക്ഷിണ സീനായിലേക്ക് നീങ്ങിയ ഇസ്രായേല്യരെ മൂസാ നബി തുവാ താഴ്വരക്ക് സമീപത്തുള്ള വാദി റാഹയിൽ താമസിപ്പിച്ചു. മൂസാ നബി 2ാം പ്രാവശ്യമാണ് തുവാ താഴ്വരയിലേക്ക് വരുന്നത്. ഇക്കാലത്ത് ഇസ്രായേല്യർക്ക് വെള്ളക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അവർ മൂസാ നബിയോട് അവലാതിപ്പെട്ടു. പിന്നീട് നടന്ന സംഭവം അല്ലാഹു വിവരിക്കുന്നു. അധ്യായം 7 അഅറാഫ് സൂക്തം 160. وقطعناهم 12 أسباطا أمما وأوحينا عشان كذا يسموه وادي ال40. اجتمعوا 40 ولي هنا في وادي ال40. بعدين عطشوا قالوا يا موسى احنا عطشنا. قال انا عليه الصلاه والسلام 40 يوم ميقات 40 يوم قال احنا لميقات ربي 40 يوم امه لميقات الله. ايوه قتلهم. وبعدين خبط لهم الصخره ب 12 عين. طلعوا 12 عين قالوا انا عايزين نشرب يا موسى. خبط 12 عين وبعدين شربوا من വാദി അർബഈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താഴ്വരയിൽ മൂസാ നബി അടിച്ചത് ഈ കല്ലിന്മേലാണ്. ഉറവുകൾ ഒലിച്ചതിന്റെ അടയാളം ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നീട് വറ്റിപ്പോയി. ഇത് തുവാ താഴ്വരയുടെ ഏകദേശം 3 കിലോമീറ്റർ അടുത്താണ്. തുവായിൽ താമസിക്കുന്ന സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ മാജിദി നാസിഫും ഡോക്ടർ മുസ്തഫ എ മൗസിയും ഈ ചരിത്ര സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. نبي صالح up over where through asphaltic road 6 kilometers from here On the way. yeah on the way. സീനാക്ക് സമീപം ഇസ്രായേല്യരെ താമസിപ്പിച്ച് 7359 അടി ഉയരമുള്ള ഈ സീനാ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം ഭജനമിരിക്കുവാൻ അല്ലാഹു മൂസായോട് കൽപ്പിച്ചു.
അധ്യായം 7 അഅ്റാഫ് സൂക്തം 142. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയാക്കി. മൂസ തൻ്റെ സഹോദരനായ ഹാറൂൻ നബിയോട് പറഞ്ഞു, എൻ്റെ ജനതയുടെ കാര്യത്തിൽ നീ എൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഹോറേബ് എന്ന് ബൈബിളിൽ പറയുന്ന ഈ പർവ്വതമുകളിൽ മൂസാ നബി ഭജനമിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അധ്യായം 7 അഅ്റാഫ് സൂക്തം 143. നീ എന്നെ കാണുകയില്ല, എങ്കിലും അടുത്തൊരു മലയിലേക്ക് നോക്കൂ. ആ പർവ്വതത്തിലേക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അത് പൊടിഞ്ഞു തകർന്നു. മൂസാ നബി ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തെളിഞ്ഞു. അള്ളാഹുവിന്റെ സാന്നിധ്യം താങ്ങാനാവാതെ തകർന്ന പർവ്വതം സീനാ പർവ്വതത്തിന് സമീപം ഈ താഴ്വരയിൽ ആയിരുന്നു. ഇസ്രായേല്യർ ഉൾപ്പെടുന്ന അന്നത്തെ ജനങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം തൗറാത്ത് ആകാശലോകത്തിൽ നിന്ന് മൂസാ നബിക്ക് ഇറക്കിക്കൊടുത്തത് സീനാ മലയിൽ വെച്ചാണ്. മോസസിന് 10 കമൻമെന്റ്സ് അഥവാ 10 കൽപ്പനകൾ കിട്ടിയത് ഇവിടെ വെച്ചാണെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇങ്ങനെ വായിക്കാം. ബൈബിൾ പഴയ നിയമം പുറപ്പാട് 20 2 മുതൽ 5 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഈജിപ്ത് ദേശത്തിലെ അടിമഭവനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കായി ഉണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിൻ്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ച ചർച്ച്. ഉസ്മാനിയ ഭരണകാലത്ത് നിർമ്മിച്ച കൊച്ചു മുസ്ലിം പള്ളി. മൂസാ നബി സീനാ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്രായേല്യരിൽ ഒരു വിഭാഗം സാമിരി എന്ന സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ടാക്കിക്കൊടുത്ത സ്വർണ്ണ പശുക്കുട്ടിയെ പൂജിച്ച് അള്ളാഹുവിന്റെ കോപത്തിനിരയായത് ഈ വാദി റാഹയിൽ താമസിക്കുമ്പോഴാണ്. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. هم يقال أن هناك تجمع بني إسرائيل في هذه المنطقة وانتظروا سيدنا موسى حينما ذهب إلى ميقات ربه والعجل الذي عبده بني إسرائيل مطبوع على الصخر بمواجهة وادي الراحة مطبوع على الجبل في مواجهة وادي الراحة. ഈ പ്രദേശം ഇപ്പോൾ സെന്റ് കാതറിൻ വില്ലേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് 510 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മൂസാ നബിയുടെ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഹാറൂൻ നബി നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച കെട്ടിടമാണ് തുവാ താഴ്വരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുന്നിൻ മുകളിൽ കാണുന്നത്.